നമുക്കറിയാം സുരേഷ് ഗോപി ഡൽഹിക്ക് പോയിട്ട് തിരികെ വരുന്നു. എല്ലാവരും പ്രതീക്ഷിച്ചത് അദ്ദേഹം രാവിലത്തെ ഫ്ലൈറ്റിന് ഡൽഹിക്ക് പോകുമെന്നാണ്. അദ്ദേഹം പോയില്ല. 6:30 ഫ്ലൈറ്റിന് പോയില്ല, 11 മണിയുടെ ഫ്ലൈറ്റിന് പോയില്ല. നമുക്കറിയാം അതിനുശേഷം വലിയ സമ്മർദ്ദം ഉണ്ടായപ്പോൾ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിക്കുന്നു, അദ്ദേഹം പോകുന്നില്ല. അതിനുശേഷം ഞാൻ മനസ്സിലാക്കുന്നത് കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ മാത്രമാണ് അദ്ദേഹം ഡൽഹിക്ക് പോകുന്നത്. ചായ സൽക്കാരത്തിൽ അദ്ദേഹം പങ്കെടുത്തില്ല, അദ്ദേഹം പോയില്ല. മറിച്ച് അതിനുശേഷം അവസാനം വിസ്താരയുടെ ഫ്ലൈറ്റിൽ എങ്ങനെയൊക്കെയോ സീറ്റ് സംഘടിപ്പിച്ച് അദ്ദേഹം ഡൽഹിയിലെത്തുന്നു, സത്യപ്രതിജ്ഞ ചെയ്യുന്നു. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ഇന്ന് അദ്ദേഹം മന്ത്രിസ്ഥാനത്ത് തുടരാൻ താല്പര്യമില്ല എന്ന് സൂചിപ്പിക്കുന്നു കൃത്യമായി. എന്നെ ഉടൻ റിലീവ് ചെയ്യുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്നാണ് കൃത്യമായി സുരേഷ് ഗോപി പറഞ്ഞ വാചകം. രാജി എൻ്റെ അജണ്ടയിലില്ല എന്ന് അദ്ദേഹം ഉച്ചകഴിഞ്ഞ് വ്യക്തമാക്കുകയും ചെയ്തു. എന്താണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? യഥാർത്ഥത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ക്ഷീരമുള്ളവർ അകടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന് പറയുന്നത് പോലെയുള്ള മാധ്യമ പ്രവർത്തനം, അതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തേത് പ്രതിപക്ഷത്തിൻ്റെ വിമർശനം. ഇത് രണ്ടുമല്ലാതെ ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല. ഇവിടെ ഇത് ഇന്ന് തുടങ്ങിയതാ. നമുക്കറിയാമല്ലോ, അദ്ദേഹം സത്യജിത് റായ് അക്കാഡമിയിലേക്ക് പോകുന്നു, അതുകൊണ്ട് അദ്ദേഹം രാഷ്ട്രീയം വിടുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കില്ല എന്നൊക്കെ ആയിരുന്നു ആദ്യത്തെ ആരോപണം. അത് കഴിഞ്ഞു അദ്ദേഹം സ്ഥാനാർത്ഥിയാകുന്നു എന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തൃശ്ശൂർ സീറ്റ് കൊടുക്കില്ല എന്നായി രണ്ടാമത്തെ ആരോപണം. അത് കഴിഞ്ഞ് അദ്ദേഹം തൃശ്ശൂർ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ജയിക്കില്ല, അദ്ദേഹം 3ാം സ്ഥാനത്ത് പോകും എന്നായിരുന്നു മൂന്നാമത്തെ ആരോപണം. ഇതെല്ലാം കഴിഞ്ഞു അദ്ദേഹം ജയിച്ചു, വലിയ ഭൂരിപക്ഷം 2 മുന്നണികളെയും ഞെട്ടിച്ചു, മാധ്യമങ്ങളുടെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റി. അപ്പോൾ ഇപ്പോഴെന്താ പറയുന്നത്? സത്യപ്രതിജ്ഞ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ ചാനലുകൾ കാണുന്നു, നിങ്ങളെല്ലാവരും കാണുന്നു. അപ്പോഴും കമൻട്രികൾ വരുന്നത്, പ്രധാനമന്ത്രി സ്ഥാനമോ പോട്ടെ, അത് പോട്ടെ, പക്ഷെ ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം കൊടുക്കേണ്ടതായിരുന്നു. ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം കഴിഞ്ഞപ്പോൾ അത് പോട്ടെ, സ്വതന്ത്ര ചുമതല കൊടുക്കേണ്ടതായിരുന്നു. അപ്പോഴത്തേക്കും ആക്രമണം ആരംഭിച്ചു കഴിഞ്ഞു. കേരളത്തെ കഴിഞ്ഞു, സുരേഷ് ഗോപിയെ കഴിഞ്ഞു. എന്തൊരു നികൃഷ്ടമായ മാധ്യമ പ്രവർത്തനം, എത്ര നെഗറ്റീവ് നിറഞ്ഞതായ സമീപനം. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ചരിത്രപരമായി BJPക്ക് ഒരു വിജയമുണ്ടാകുമ്പോൾ ആ വിജയത്തിൽ ആഹ്ലാദിക്കുകയും ആ അവസരം ഉപയോഗിക്കുകയും ചെയ്തുകൊണ്ട് നമുക്ക് എന്തൊക്കെ നേടിയെടുക്കാം എന്ന് ചിന്തിക്കുന്ന ഒരു പോസിറ്റീവായ കൺസ്ട്രക്റ്റീവായിട്ടുള്ള ഒരു അപ്രോച്ച് അല്ല കേരളത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത്. എല്ലാവർക്കും മനസ്സിലാവും എന്തുകൊണ്ടാണ്. അത് എക്സ്പെക്ടേഷൻ കൊണ്ടല്ലേ. ഇപ്പൊ നമ്മളിപ്പോ തൃശ്ശൂർ പട്ടണത്തിലൂടെ, ഇപ്പൊ താങ്കൾ ഇലക്ഷൻ കാലത്ത് പോയിട്ടുണ്ടാവില്ല, തൃശ്ശൂരിന് ഒരു കേന്ദ്രമന്ത്രി, അതൊരു വാഗ്ദാനമായിരുന്നു. തൃശ്ശൂരിന് ഒരു കേന്ദ്രമന്ത്രി എന്നുള്ളത് BJPയുടെ ഒരു വാഗ്ദാനമായിരുന്നു. തൃശ്ശൂരുകാർ സുരേഷ് ഗോപിയെ ജയിപ്പിച്ചു. സുരേഷ് ഗോപി തന്നെയാണ് പറഞ്ഞത് 4 വകുപ്പുകളോ 5 വകുപ്പുകളോ ഒക്കെ എൻ്റെ ചൊൽപ്പടിക്ക് വേണം എന്നൊക്കെ. അപ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചത് അദ്ദേഹത്തിന് ക്യാബിനറ്റ് മന്ത്രി പദവിയാണ്. അപ്പോൾ കേരളത്തിൽ നിന്ന് ഇതുവരെ ഒരു സീറ്റ് ലഭിക്കാത്ത, ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ BJPക്ക് ഒരിക്കലും ഒരു സീറ്റ് ലഭിക്കാത്ത കേരളത്തിൽ നിന്ന് ഒരു സീറ്റ് ജയിക്കുമ്പോൾ ഒരു ക്യാബിനറ്റ് ബർത്ത് എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്ന കാര്യമല്ലേ? അതെന്തുകൊണ്ടാണ് നെഗറ്റീവായിട്ട് അങ്ങേക്ക് തോന്നുന്നത്? സുരേഷ് ഗോപി ഒരു ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം അർഹിക്കുന്നില്ല എന്നാണോ? അല്ല, സുരേഷ് ഗോപി പ്രധാനമന്ത്രി പദവി അർഹിക്കുന്നില്ല എന്നും വേണേൽ ചോദിക്കാൻ മേലെ. എല്ലാം അർഹിക്കുന്നുണ്ട്. പക്ഷെ എന്താണ് BJP പറഞ്ഞിരുന്നത്? തൃശ്ശൂരിനൊരു കേന്ദ്രമന്ത്രി എന്നാണ്. കേന്ദ്രമന്ത്രി എന്ന് പറഞ്ഞാൽ ഉടനെ അത് സഹമന്ത്രിയാണോ, ഉപമന്ത്രിയാണോ, ക്യാബിനറ്റ് മന്ത്രിയാണോ, സ്വതന്ത്ര ചുമതലയാണോ, അതോ പ്രധാനമന്ത്രിയാണോ എന്നൊക്കെ വ്യാഖ്യാനിക്കുന്നത് ദുർവ്യാഖ്യാനം തന്നെയാണ്. ഏതായാലും തൃശ്ശൂരിന് കേന്ദ്രമന്ത്രിയെ കൊടുക്കാമെന്ന് പറഞ്ഞു. തൃശ്ശൂർ കേന്ദ്രമന്ത്രിയെ കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ അത്രയും മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഇനി അദ്ദേഹത്തിന്റെ പെർഫോമൻസ് ആണ് നോക്കേണ്ടത്. അദ്ദേഹം ഏത് റാങ്കിലിരുന്നാലും, ഏത് ഓഫീസിലിരുന്നാലും, ഏത് പോർട്ട്ഫോളിയോ കൈകാര്യം ചെയ്താലും കേന്ദ്രത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളതാണ് നമ്മൾ പ്രത്യേകമായി മനസ്സിലാക്കേണ്ടത്. നമുക്ക് ഉദാഹരണമുണ്ടല്ലോ, ശ്രീ O രാജഗോപാൽ. അദ്ദേഹം പ്രധാനമന്ത്രി ആയില്ലല്ലോ, അദ്ദേഹം ഉപപ്രധാനമന്ത്രി ആയില്ലല്ലോ, അദ്ദേഹം ക്യാബിനറ്റ് മന്ത്രി ആയില്ലല്ലോ. അല്ലാത്ത സമയത്ത് കേരളത്തിന്റെ റെയിൽവേ വികസനത്തിന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു. അപ്പോൾ ആ കാര്യങ്ങളൊന്നും ആ ഇരിക്കുന്ന പൊസിഷൻ വെച്ചിട്ടല്ലല്ലോ. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ഈ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം സമഗ്രമായ കാഴ്ചപ്പാടുള്ള സുരേഷ് ഗോപി അദ്ദേഹം തന്നെ പറഞ്ഞു, എനിക്ക് നിങ്ങൾ പറഞ്ഞ പോലെ 6-7 ഒന്നുമല്ല, എനിക്കൊരു 10 വകുപ്പുകൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം ഉണ്ടായെങ്കിൽ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഓർക്കണം, അദ്ദേഹം ഒരു സീസൺഡ് പൊളിറ്റീഷ്യൻ അല്ല, അദ്ദേഹം ഒരു കലാകാരൻ മാത്രമാണ്. അദ്ദേഹത്തിൻ്റെ ഭാഷ അതാണ്. അപ്പോൾ അല്ലാതെ 10 വകുപ്പ് ഒന്നിച്ച് കിട്ടുമെന്നൊന്നും അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാഞ്ഞിട്ടുമല്ല. എന്ന് പറഞ്ഞാൽ അത്രമാത്രം കേരളത്തിന് വേണ്ടി ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു, അത്രമാത്രം ചെയ്യണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ ഡൽഹിയിലേക്ക് പോകുന്നത്, മന്ത്രിസഭയിലേക്ക് പോകുന്നത് എന്നാണ്. നമ്മളിപ്പോ വ്യാഖ്യാനം അതല്ലെങ്കിൽ നെഗറ്റിവിസം ഇതൊക്കെ വിടാം. സുരേഷ് ഗോപിയുടെ തന്നെ വാക്കുകൾ. സുരേഷ് ഗോപി ഇന്ന് പറഞ്ഞത് എന്താ? സുരേഷ് ഗോപി ഇന്ന് പറഞ്ഞു, എന്നെ റിലീവ് ചെയ്യുമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, റിലീവ് ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്ത ആൾ ഇന്ന് തന്നെ റിലീവ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നത് ഞാൻ എവിടെയും കേട്ടിട്ടില്ല. അങ്ങ് കേട്ടിട്ടുണ്ടെങ്കിൽ അങ്ങേക്ക് പറയാം. ഒപ്പം അദ്ദേഹം പറയുന്നു, എനിക്ക് സിനിമ ചെയ്തേ തീരൂ. അപ്പോൾ സിനിമ ചെയ്തേ തീരൂ എന്നുള്ളതാണ്
ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നിരിക്കെ സുരേഷ് ഗോപിക്ക് എങ്ങനെയാണ് താങ്കൾ പറഞ്ഞത് ഇപ്പോൾ രാജഗോപാൽ റെയിൽവേ മന്ത്രിയായ കാര്യം പറഞ്ഞു, അതുപോലെ എങ്ങനെയാണ് പെർഫോം ചെയ്യുക? എന്നെ ഒന്ന് റിലീവ് ചെയ്യൂ എന്ന് പറയുന്ന ആൾ എങ്ങനെയാണ് ചെയ്യുക? അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെതായ ഭാഷ ഉപയോഗിച്ച് അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം കമ്മിറ്റഡ് ആയിട്ടുള്ള സിനിമകളുണ്ട്, ആ സിനിമകൾ ചെയ്യാനുള്ള സാവകാശം കൊടുക്കണം. അത് പ്രധാനമന്ത്രിയോട് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്, പാർട്ടി നേതൃത്വത്തോട് സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിനുള്ള അവസരം കൊടുക്കും, അതിനുള്ള അവസരം അദ്ദേഹം ആവശ്യപ്പെടുന്നു എന്ന് മാത്രം അർത്ഥമെടുത്താൽ മതി. അല്ലാതെ എന്നെ പുറത്താക്കൂ, എന്നെ മന്ത്രിയാക്കരുത്, ഞാൻ രാജിവെക്കുന്നു എന്നൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ലല്ലോ. അദ്ദേഹത്തിന് അതിനുള്ള സാവകാശം വേണമെന്ന് മാത്രമേ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. അത് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുമുണ്ട്. ഞാൻ പുറത്താകുന്നില്ല, ഞാൻ രാജിവെക്കുന്നില്ല, ഞാൻ മുന്നോട്ട് തന്നെ പോകും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുമുണ്ട്. അതിന് ഈ ആശങ്കകൾ കലർത്തി വീണ്ടും അദ്ദേഹത്തെ മോശമാക്കാൻ വേണ്ടി ശ്രമിക്കേണ്ട സമയമൊന്നുമായിട്ടില്ല. ഇവിടെ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്തതേ ഉള്ളൂ, വകുപ്പുകൾ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അതിനു മുമ്പ് തന്നെ വിധി കൽപ്പിക്കാൻ മാത്രമൊന്നും നമ്മൾ മുന്നോട്ട് പോവേണ്ട കാര്യമില്ല. അത് ദുരുപദിഷ്ടിതമാണ്. അത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ക്ഷീരമുള്ള അകിടിൻ ചുവട്ടിൽ ചോര അന്വേഷിക്കുന്നത് പോലെ തന്നെയുള്ള നെഗറ്റീവ് കാഴ്ചപ്പാടാണ്. ഇതല്ല വേണ്ടത്. ശരി.